ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത CMRL എക്സാലോജി കേസിൽ BJP നേതാവ് ഷോൺ ജോർജിന് തിരിച്ചടി എന്നതാണ്. SFIO റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. SFIO രേഖകൾ ഷോണിന് പരിശോധിക്കാമെന്ന ഉത്തരവും ഹൈക്കോടതി റദ്ദാക്കി. CMRLന്റെ ഭാഗം കൂടി കേട്ട ശേഷം തീരുമാനമെടുക്കാൻ എറണാകുളം സെഷൻസ് കോടതിക്ക് നിർദ്ദേശം നൽകി. ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് നമുക്കൊപ്പം. ശ്യാം ദേവരാജ്, CMRL എക്സാലോജി കേസിൽ SFIOയെ കൊണ്ടുവന്നത് തന്നെ ഷോൺ ജോർജ് ആണ്. ഇപ്പോൾ റിപ്പോർട്ടിന്റെ പകർപ്പ് വേണം എന്ന ആവശ്യം ഹൈക്കോടതി തള്ളുന്നത് എന്തൊക്കെ പറഞ്ഞുകൊണ്ടാണ്? സുജയ പാർവതി, ഇക്കാര്യത്തിൽ ഷോൺ ജോർജിന് ഇരട്ട തിരിച്ചടിയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം ഒന്ന്, CMRL എക്സാലോജി കരാറിലെ SFIO അന്വേഷണ റിപ്പോർട്ട്, അനുബന്ധ രേഖകൾ ഉൾപ്പെടെയാണ് നേരത്തെ ഷോൺ ജോർജ് ആവശ്യപ്പെട്ടിരുന്നത്. ഈ SFIOയുടെ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള പകർപ്പ് നൽകേണ്ടതില്ല എന്നാണ് ഷോൺ ജോർജിന്റെ ഹർജി തള്ളി ഹൈക്കോടതി നിലപാടെടുക്കുന്നത്. ഷോൺ ജോർജിന്റെ ആവശ്യം ഹൈക്കോടതിയിൽ നേരത്തെ വിചാരണ കോടതിയിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ പകർപ്പ് നൽകാനാവില്ല എന്ന് വിചാരണ കോടതി നിലപാടെടുത്തു. തുടർന്നാണ് ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയും BJP നേതാവിന്റെ ഈ ആവശ്യം തള്ളുകയായിരുന്നു. മറ്റൊന്ന്, ഈ രേഖകൾ പരിശോധിക്കാമെന്നായിരുന്നു വിചാരണ കോടതി നേരത്തെ ഷോൺ ജോർജിന് അനുമതി നൽകിയിരുന്നത്. അതിനെതിരെ CMRL നേരത്തെ കൊച്ചിൻ മിനറൽസ് കമ്പനി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. ആ അപ്പീൽ ഹൈക്കോടതി അനുവദിച്ചു. അതിൽ ഷോൺ ജോർജിന് രേഖകൾ പരിശോധിക്കാമെന്ന ഉത്തരവ് എറണാകുളം സെഷൻസ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. CMRL ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം CMRLന്റെ ഭാഗം കേൾക്കാതെയാണ് ഇത്തരമൊരു തീരുമാനം വിചാരണ കോടതി എടുത്തത്. മാത്രമല്ല, ഷോൺ ജോർജ് ഇക്കാര്യത്തിൽ മൂന്നാം കക്ഷിയാണ്. ഇതിൽ നേരിട്ട് ബന്ധപ്പെട്ട കക്ഷിയല്ല എന്ന വാദമാണ് CMRL ഉയർത്തിയിരുന്നത്. ആ വാദം ജസ്റ്റിസ് VG അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് അംഗീകരിക്കുകയും ചെയ്തു. തുടർന്ന് CMRL നൽകിയ ഹർജിയിൽ ഈ രേഖകൾ പരിശോധിക്കാനുള്ള അനുമതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. എറണാകുളം സെഷൻസ് കോടതിയുടെ ഉത്തരവാണ് ആ രീതിയിൽ റദ്ദാക്കപ്പെടുന്നത്. ഒപ്പം CMRLന്റെ ഭാഗവും കൂടി കേട്ട് പുതിയ തീരുമാനമെടുക്കാൻ എറണാകുളം സെഷൻസ് കോടതിയോട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിക്കുകയും ചെയ്തു. ഓക്കെ, വ്യക്തമാണ്. ശ്യാം ദേവരാജാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. SFIO റിപ്പോർട്ടിന്റെ പകർപ്പ് അത് ഷോൺ ജോർജിന് കിട്ടില്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 19 ആയിരിക്കുകയാണ്. നമ്മുടെ കുറേ സന്ദേശങ്ങളൊക്കെ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. എല്ലാ സന്ദേശങ്ങളിലേക്കും ഒന്നും പോകാൻ പറ്റിയില്ല. തുടക്കത്തിൽ ഞാൻ സന്ദേശം വായിക്കാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ ഞാൻ സന്ദേശം എടുക്കാൻ നോക്കിയപ്പോൾ എൻ്റെ ഫോൺ ഹാങ് ആവുകയും ചെയ്തു. അപ്പോൾ അത് ശരിയാക്കട്ടെ. ഒരു ചെറിയ ഇടവേള, പെട്ടെന്ന് വരാം.